കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ എനിക്ക് 2 അനിയത്തിമാരാ. 6-5 എന്ന് പറഞ്ഞ സമയം കഴിഞ്ഞ് ഇവർ പുറത്തിറങ്ങി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇന്നിപ്പോ ഈ കുണ്ടന്നൂരൊക്കെ 24. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? പെൺപിള്ളേര് രാത്രി അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പണ്ടുള്ള കാലത്തൊക്കെയാണ് മാടം പിടിച്ചിട്ട് പോകുമായിരിക്കും. മാടനല്ലല്ലോ, ഒടിയനോ ആരെങ്കിലൊക്കെ ആവട്ടെ, അതൊക്കെ പിടിച്ചിട്ട് പോകുന്നതൊക്കെയായിരുന്നു. ഇപ്പൊ അതിലും വലിയ വിഷമുള്ള ജാതികളൊക്കെ ഉണ്ട്. എന്നാലും ആരും പിടിച്ചിട്ട് പോകും ഇന്നത്തെ കാലത്ത്. അത് കേരളത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പണ്ടൊക്കെ ഞങ്ങൾക്ക് പുറത്തിറങ്ങി ഒരു കുളത്തിൽ കുളിക്കാൻ പേടിയാ. ആ കുളത്തിൽ ഞങ്ങൾ ഇറങ്ങണം കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ ചേട്ടൻ എന്നെ തല്ലാൻ അധികാരമുണ്ട്, ഇപ്പുറത്തെ വീട്ടിൽ അങ്കിൾ എന്നെ തല്ലാൻ അധികാരമുണ്ട്. അത് ഞങ്ങൾക്ക് അവർ പേടിയാ, അത് ബഹുമാനം കൊണ്ടുള്ള പേടിയാ. ഇന്ന് അതില്ലാന്നാ ഞാൻ പറയുന്നത്. സ്വന്തമായിട്ട് മോളൊരു കുറ്റം ചെയ്യണം ഞാൻ കണ്ടിട്ട് നിന്ന് മോളുടെ അച്ഛനോട് പറഞ്ഞു എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ലെന്ന് പറയുള്ളൂ. പക്ഷേ എനിക്ക് ശിക്ഷിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവർ തല്ലുമ്പോഴും അവരോട് ഞങ്ങൾക്ക് ബഹുമാനമോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പണ്ട് അടുപ്പിച്ചടുപ്പിച്ച് വീടുകളില്ല, ഇത്രയ്ക്കും അധികം ആളുകൾ തിങ്ങിപ്പാർത്ത് ജീവിക്കായിരുന്നില്ല. അപ്പോൾ ഒരു വീട് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് അല്പം ദൂരമുണ്ട്. അപ്പോൾ ആൾക്കാർക്കൊരു യൂണിറ്റി ഉണ്ടായിരുന്നു. അന്ന് കാലത്ത് മൊബൈലില്ല, അന്ന് കാലത്ത് പല വീടുകളിലും ടിവികളും ഇല്ല. ഉള്ള ടി.വി. ഒരു വീട്ടിൽ ടി.വി. ഉണ്ടെങ്കിൽ പല ആൾക്കാർ വന്ന് ആ വീട്ടിൽ നിന്ന് കാണുമായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരാളൊരു കുറ്റം പറയുമ്പോൾ ചിന്തിക്കുന്നത് ഇവനാരാ കുറ്റം പറയാൻ, ഇവൻ അതിലും വലിയ വേട്ടാവളിയനല്ലേ എന്നല്ലേ ചിന്തിക്കുള്ളൂ. അതുകൊണ്ടായിരിക്കുള്ളൂ. പിറ്റേ ദിവസം ഞങ്ങൾ അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ബാല്യം ഉണ്ടായിട്ടില്ല. നിങ്ങൾ മണ്ണി കളിച്ചിട്ടുണ്ടാ? അപ്പുറത്തെ വീട്ടിൽ കശുവണ്ടി കട്ട് പറക്കിയിട്ടുണ്ടാ? മാങ്ങ തല്ലി പറിച്ചിട്ടുണ്ടാ? നമ്മൾ ബാല്യം ഇല്ലാത്ത ഒരു കാലഘട്ടം ഇപ്പൊ നിങ്ങളുടെ വന്നത്. ഞങ്ങൾ ബാക്കിയെല്ലാം കൊള്ളാം. അപ്പുറത്തെ വീട്ടിലെ കശുവണ്ടി കട്ട് പറിച്ചിട്ടുണ്ടോ? അതായത് കക്കാൻ പോയിട്ടില്ലാന്ന്. ഇവർക്കൊന്നും കക്കേണ്ട വന്നിട്ടില്ല. ശരിയാണ്, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും കക്കേണ്ട വരുന്നില്ല അല്ലേ? പണ്ടത്തെ നമ്മളൊക്കെ അപ്പുറത്തെ വീട്ടിലെ മാവിലെ നോക്കി എറിയും, അവർ വരുന്നുണ്ടോ നോക്കും. അതുപോലെ കശുവണ്ടി പറിക്കും, കൊണ്ടുപോയി വിറ്റ് അതിന് ആ കാശിന് നമ്മൾ മിഠായി മേടിച്ചു. പാടത്ത് കളിച്ചിട്ടുണ്ട്, മണ്ണി കളിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ ഇപ്പൊ പഠിക്കാൻ വേണ്ടി നമ്മൾ മോൾഡി തീർക്കണ പോലെ നിങ്ങളുടെ അവസ്ഥ. മോളെ അതങ്ങനെയാണ്. ഈ പറഞ്ഞ പോലെ കാലം ഓടുമ്പോൾ നമ്മളും കൂടെ ഓടണം. അത് നമ്മുടെ ഇവിടെ ഒരുപാട് വികസനങ്ങളൊക്കെ ആയി, കേരളം മാറി. നമ്മുടെ നാട്ടിലെ ആൾക്കാർ പുറം രാജ്യങ്ങളിൽ പോയി പണം ഉണ്ടാക്കി ഇവിടെ കേരളത്തിനെ മാറ്റിയെടുത്തു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മാറ്റമൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. നമ്മൾ പറഞ്ഞത് കഴിച്ച പാത്രം കഴുകി വെക്കും എല്ലാം പറഞ്ഞില്ലേ. 6 മണി കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ എനിക്ക് 2 അനിയത്തിമാരാ. 6-5 എന്ന് പറഞ്ഞ സമയം കഴിഞ്ഞ് ഇവർ പുറത്തിറങ്ങി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇന്നിപ്പോ ഈ കുണ്ടന്നൂരൊക്കെ 24 hours കടയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാം പെൺകുട്ടികൾ 21 വയസ്സ് 18-17 വയസ്സുള്ള പെൺകുട്ടികൾ കാലുമേ കാല് കെട്ടി സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. ഞങ്ങൾ പുരുഷന്മാർ ഇവിടെ സ്മോക്ക് ചെയ്യണമെങ്കിൽ ലേഡിനെ കാണുമ്പോൾ നമ്മൾ മാറ്റി വെക്കും അവർ പോകുമ്പോഴത്തേക്ക്. പക്ഷേ ഈ കുട്ടികൾ കാണിക്കുന്നത് അവിടെ ഇരുന്ന് വലിക്കും. അതെന്താണോ പെൺപിള്ളേർ 6 മണി കഴിഞ്ഞ് പുറത്തിറങ്ങിയ അതെന്താ അവർക്ക് സിഗരറ്റ് വലിച്ച? ഈ സിഗരറ്റൊക്കെ എന്താ ആണുങ്ങൾക്ക് തീറെഴുതി കൊടുത്തിട്ടുള്ള കാര്യമാണോ? അല്ല. വലിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും വലിക്കാം, താല്പര്യമില്ലാത്തവർ വലിക്കണ്ട. 6 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ എന്താണിത്? ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ മറ്റേ ബഹിരാകാശത്ത് പോകുന്ന കാലത്ത് കുണ്ടന്നൂർ പോയി സിഗരറ്റ് വലിച്ചെന്ന് പറയുന്നതിനകത്ത് അമ്മാവൻ ചിന്താഗതി തന്നെയാണ്, ഒന്നും പറയാനൊന്നുമില്ല. ഇത്തരം ചിന്താഗതികൾ വെച്ച് ഇങ്ങനെ ഒരു ഷോയിലൊക്കെ വന്നിരുന്ന് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ അടിപൊളി നൈസാണ്. ഇന്നത്തെ കാലത്ത് ടീച്ചർമാർക്ക് പോലും കുട്ടികളെ തല്ലാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾ ചീത്തയാവുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഇത് ഈ പെൺപിള്ളേരുടെ കാര്യമൊക്കെ ഒരുമാതിരി അലമ്പായി പോയി.